ഹായ് ഗൈസ്, എല്ലാവർക്കും ആലിയ മാൻഡോസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രിപ്പ് ടു വയനാട്. വയനാട്ടിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് നിന്നും 1, 2, 3 പേരൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറാനുണ്ട്. അവരെയൊക്കെ മെല്ലെ മെല്ലെ കാണിച്ചു തരാം. ഏപ്രിൽ മെയ് മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ അവധിക്കാലമാണല്ലോ. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ഈ ഒരു ട്രാവൽ അത് പൊളി വൈബാണ്. അപ്പോൾ ഈ വൈബിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ തളിപ്പറമ്പ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പിൽ കൂടെ ചെന്ന് എത്തുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് എ സർപ്രൈസ് തിങ്. പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോകത്തില്ലേ അല്ലേ? അപ്പോൾ ഈ യാത്രയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നമ്മുടെ കുട്ടിക്കുറുമ്പി കുഞ്ഞാറ്റയും പൂമ്പാറ്റയും പിന്നെ എൻ്റെ ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ മമ്മിയുമാണ്. രാവിലെ തുടങ്ങിയ ഈ യാത്രയിൽ ഇടയ്ക്ക് ഞങ്ങളോടൊപ്പം മമ്മിയും കൂടി. പൂമ്പാറ്റയാണ് ക്ഷീണിതയായി ഉറങ്ങിയും പോയി. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. യെസ്, ഇവിടെ നിന്നും ഒരാളെ കൂട്ടിയിട്ട് വേണം വയനാട്ടിലേക്ക് യാത്രയാവാൻ. അങ്ങനെ ഞങ്ങളുടെ ടിൻഡു കുട്ടിയെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിൻഡു എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വന്തം അനിയത്തി കുട്ടിയാണ്, നാത്തൂൻ. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭീകരിയാണ് അവൾ, ഭീകരി. അതിനേക്കാൾ കൂടുതലൊന്നും അവൾക്ക് വേണ്ടി വർണ്ണിക്കുവാനില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്യാനാ? എത്തി. യെസ്, അങ്ങനെ നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, എത്തുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്. എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ കുഞ്ഞാറ്റയുടെയും പൂമ്പാറ്റയുടെയും എക്സൈറ്റ്മെൻറ്റ്? യെസ്, അതേ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പ്ലെയിൻ വന്നിറങ്ങിയിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഇതുവരെ ആൾ പുറത്തോട്ട് വന്നിട്ടില്ല. എന്ത് ചെയ്യാനാണ്, ഇമിഗ്രേഷൻ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പൂമ്പാറ്റയാണെങ്കിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ടിൻഡു വരുന്നതിനെ പറ്റി വളരെ ജാടയിട്ട് മമ്മിയോട് സംസാരിക്കുന്നു. മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇമിഗ്രേഷന് ഒരുപാട് സമയമെടുത്തു. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ എത്തുമെന്ന് വിചാരിച്ച് ഒരു 1/4 മണിക്കൂറോളം കാത്തു നിന്നിട്ട് എത്തിയില്ല. ഓരോരുത്തർ വന്നു പോകുമ്പോഴും അവൾ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. യെസ്, അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ താരം ഇതാ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ചിരിയും കളിയുമൊക്കെ ആയിട്ട് ഇനി എന്താവുമോ എന്തോ കണ്ടറിയാം. അങ്ങനെ അവൾ പുറത്തേക്ക് വന്നു. കുഞ്ഞാറ്റ ഓടുന്നുണ്ട് അവളുടെ അടുത്തേക്ക്. അവളെ ആദ്യം കാണുവാനുള്ള ഒരു ആകാംക്ഷയായിരിക്കും. എന്ത് ചെയ്യാം. യെസ്, അങ്ങനെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും അവളുടെ അടുത്തേക്ക് എത്തി. 2 പേരെ ഒരുമിച്ചെടുക്കണം, അതാണല്ലോ നാട്ടുനടപ്പ്. ഒരാളെയും ഒഴിവാക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കുഞ്ഞാറ്റയും പൂമ്പാറ്റയും. കുശുമ്പിൻ്റെ കാര്യത്തിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്കും കട്ടയാണ് കേട്ടോ. അങ്ങനെ ടിൻഡു എത്തി. പൂമ്പാറ്റ കുറേ നേരമായിട്ട് അവളെ അട്ടിമുട്ടി നോക്കുവാണ്. എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്ന പോലെ ഒരു ഡൗട്ട്. എൻ്റെ മുടിയൊക്കെ മുറിച്ച് ഇങ്ങോട്ട് മോഡേണായി. അങ്ങനെ ടിൻഡുവും കുഞ്ഞാറ്റയും പൂമ്പാറ്റയും വളരെ സെറ്റായി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കണം. അതിനു മുൻപ് നല്ല വിശപ്പുണ്ടായിരുന്നു. വിശപ്പിന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് ററ വിസിൽ ചോറെല്ലാം തീർന്നു. അങ്ങനെ ബിരിയാണി കഴിക്കേണ്ടി വന്നു. പക്ഷേ ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് ചുരം കയറി യാത്രയായി. യെസ്, ഇതിനിടയിൽ നമ്മുടെ കൂടെ ഒരാളും കൂടി, എൻ്റെ വേറൊരു നാത്തൂൻ. കുറേ നാത്തൂന്മാരുണ്ട് കേട്ടോ. അങ്ങനെ ചുരമൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ചായ കുടിക്കേണ്ട സമയമായി. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ വേറൊരു നാത്തൂൻ. ഞാൻ പറഞ്ഞില്ലേ ഒരാളും കൂടെ എക്സ്ട്രാ കൂടിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇവളെയും ഞങ്ങൾ പൊക്കിയെടുത്ത് അങ്ങനെ ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് ദുബായ് പെണ്ണിന് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. അവൾക്ക് മാങ്ങ വേണം, ഇത്രയും മാങ്ങ, അതും ഉപ്പിലിട്ട മാങ്ങ. ഓക്കെ, ഒട്ടും താമസിപ്പിച്ചില്ല, അതും കൊടുത്തു. അങ്ങനെ ദുബായ് പെണ്ണ് മാങ്ങയൊക്കെ വാങ്ങി അത് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് അടിപൊളിയാണ് എന്നൊക്കെ. പക്ഷെ നമുക്കിതൊക്കെ എന്ത് അല്ലേ? ഞങ്ങളങ്ങനെ ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ലൈറ്റ് ചായയും സ്ട്രോങ് ചായയും
പല ടൈപ്പിലും ഡിഫറൻറ്റിലും വിത്തൗട്ടും വിത്തും ഒക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ നല്ലൊരു പഴംപൊരി ഓർഡർ ചെയ്തു. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പഴംപൊരിയും ചായയൊക്കെ എത്തി. കുഞ്ഞാറ്റയോട് അഭിപ്രായം ചോദിച്ചു. അവളാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എനിക്ക് തരുന്നത്. മതി. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്. ഒരു വായ എടുക്ക. സൂപ്പറാണോ? സൂപ്പറല്ലേ? അടിപൊളി പഴംപൊരി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയെ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പന്നിയെക്കുറിച്ചും പുലിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് പേടിപ്പിച്ചു തുടങ്ങിയത്. അതിനിടയ്ക്ക് വണ്ടിയൊന്നും നിന്നും പോയി. പക്ഷെ പേടി എന്നൊരു സാധനം നമ്മൾ കണ്ണൂർ കാസർഗോഡ് നാട്ടിൽ ജനിച്ചവർക്ക് ഇല്ലല്ലോ അല്ലേ? നമ്മുടെ നിഘണ്ടുവിൽ അതില്ല. യെസ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. നമ്മുടെ പെണ്ണിൻ്റെ ആങ്ങളി ചെറുക്കൻ അവിടെ നിന്ന് ചേട്ടായിക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറ്റി വണ്ടി വെക്ക് ചേട്ടായി എന്നൊക്കെ. അങ്ങനെ വെച്ച് ഞങ്ങൾ സെറ്റായിട്ട് ഇറങ്ങി. ഇതാണ് നമ്മുടെ കല്യാണപ്പെട്ട് അഞ്ജലിക്കുട്ടി. യെസ്. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി. ഇതാണ് നമ്മുടെ അഞ്ജലിക്കുട്ടി നമ്മളെ വന്ന് സ്വീകരിച്ചു. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി. എന്ത് ചെയ്യാനാ, ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ കറണ്ട് ഇല്ലാതെ പോയി. സങ്കടം. ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് എത്തി കേട്ടോ. അങ്ങനെ എല്ലാവരുമൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് ആൻറ്റിയുടെ വീട്ടിലെ ആൾക്കാരും ഇതിനെക്കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരിക്കും. ഇപ്പോൾ ക്ലാരിറ്റി വന്നു. അങ്ങനെ പൂമ്പാറ്റ ഇവിടെ എല്ലാവരുടെയും കൂടെ സെറ്റായിക്കൊണ്ടിരിക്കുവാണ്. പൂമ്പാറ്റ പിന്നെ അവിടെ ചെന്ന് കയറിയാൽ ഇപ്പോൾ കുറേ ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ കിട്ടിയ പൂമ്പാറ്റ സെറ്റാണ്. ഇനി അതിൽ കൂടുതലൊന്നുമില്ല. അങ്ങനെ ആൻറ്റി നമ്മളെ സ്വീകരിച്ചു. ഇത് ആൻറ്റിയുടെ ചേച്ചി അനിയത്തിയും ഒക്കെയാണ്. വന്നതിൻ്റെ ക്ഷീണത്തിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കപ്പയുടെയും മീൻകറിയുടെയും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ടാറ്റാ ബൈ ബൈ. ഇനി വരുന്നതാണ് കേട്ടോ നല്ല പൊളി വീഡിയോസ്. കാണാൻ മറക്കല്ലേ.